വണ്ടി ഈ ഒരു വാഹനം നമ്മുടെ കയ്യിലേക്ക് കിട്ടിയ സമയത്ത് ഈ ഒരു വാഹനത്തിൽ നമ്മൾ കിട്ടിയ സമയത്ത് അലവിലി കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന സമയത്ത് അലവിലുള്ളൊരു വണ്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഗാരേജിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ടൈപ്പ് എന്ന് പറയുന്നത് ഈ സ്പോക്ക് വീലുള്ള വാഹനങ്ങളാണ്. ആ രണ്ടിലെ മാസ്ക് ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻജിൻ കാറിൻ്റെ ഈ ഒരു സൈഡ് വശത്തായിട്ട് ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടാങ്കിലും നമ്മൾ ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. സൈഡ് കവറിൻ്റെ രണ്ട് സൈഡിലായിട്ടും നമ്മൾ ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യലായിട്ട് പറയേണ്ട ഒരു കാര്യം, ഈ ഒരു വാഹനം സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് നിങ്ങളിപ്പോൾ ഈ ഒരു വണ്ടി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒറ്റ കിക്കിൽ തന്നെ വണ്ടി സ്റ്റാർട്ടാവും. വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. എണ്ണിറങ്ങാത്തൊരു വിഷയം മാത്രമേ ഉള്ളൂ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ ഏകദേശം ഒരു മാസമായില്ല വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ തിരക്കിൽ പെട്ടുപോയതാണ് വീഡിയോ ലാഗായത്. നമ്മൾ ഷോർട്ട് വീഡിയോ ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് കാണുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു 8 മിനിറ്റ് 10 മിനിറ്റുള്ളൊരു വീഡിയോ നമ്മുടെ ഗാരേജിൽ സെയിൽ ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു വാഹനത്തിൻ്റെ 8 മിനിറ്റോ 10 മിനിറ്റോ അടങ്ങിയിട്ടുള്ള വീഡിയോ ആയിരിക്കും നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുക. അതേപോലെ തന്നെ ഗാരേജുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള വീഡിയോസും ഈ ഒരു ചാനലിൽ വരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കയ്യിൽ സെൽഫ് മോഡൽ കുറേ ആളുകൾ നമ്മുടെ ഗാരേജിൽ അന്വേഷിക്കുന്നതാണ്, നമ്മുടെ ഗാരേജിലേക്ക് വിളിച്ച് ചോദിക്കുന്നത്, മെസ്സേജ് ചോദിക്കുന്നതാണ്. സെൽഫ് മോഡൽ പഴയ വണ്ടികൾ മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ. പുതിയ വണ്ടികൾ, സെൽഫുള്ള വണ്ടികൾ 2012, 13 പോലുള്ള സെൽഫുള്ള വണ്ടികൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സെൽഫുള്ള വണ്ടി സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അതിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമ്പനീനെ കണ്ട പോലെ തന്നെ ആ ഒരു വാഹനത്തെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള പ്രൈസ് ഉൾപ്പെടെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഈ ഗാരേജിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരിഗണിക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ 2012 മോഡൽ 2027 ലാസ്റ്റ് വരെ പേപ്പർ ഫിറ്റ് ആയിട്ടുള്ള സെൽഫ് വെച്ചിട്ടുള്ള സൂപ്പർ കണ്ടീഷനുള്ള വണ്ടിയായിട്ടാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വണ്ടി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഫുള്ള് കംപ്ലീറ്റ് നല്ല രീതിക്ക് നമ്മൾ വൃത്തിയാക്കി സെറ്റാക്കി വെച്ചതാണ്. അപ്പോൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സ്പ്ലെൻഡർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും, ഏത് വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിലും സ്പ്ലെൻഡറിൽ ഏത് വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ സെൽഫ് വെച്ച വാഹനങ്ങളാണെന്നുണ്ടെങ്കിലും എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്തും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. നമ്മളിതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ഗാരേജിലേക്ക് കയറ്റുന്നത്. പിന്നെ വർക്കുള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2012 മോഡൽ 2027 ലാസ്റ്റ് വരെ പേപ്പർ ഫിറ്റായിട്ടുള്ള അടിപൊളി കണ്ടീഷനുള്ള ഒരു ഹീറോ ഹോണ്ട സ്പ്ലെൻഡറാണ് 2012 സെൽഫ് മോഡലുള്ളൊരു വാഹനമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടി ഈ ഒരു വാഹനം നമ്മുടെ കയ്യിലേക്ക് കിട്ടിയ സമയത്ത് ഈ ഒരു വാഹനത്തിൽ നമ്മൾ കിട്ടിയ സമയത്ത് അലവിലി കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന സമയത്ത് അലവിലുള്ളൊരു വണ്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഗാരേജിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ടൈപ്പ് എന്ന് പറയുന്നത് ഈ സ്പോക്ക് വീലുള്ള വാഹനങ്ങളാണ്. അലവിൽ നമുക്ക് അങ്ങനെ എൻക്വയറി വരാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം നമ്മൾ പണിത സമയത്ത് അത്യാവശ്യം വർക്കുള്ളൊരു വണ്ടിയായിരുന്നു. എൻജിൻ സൂപ്പർ കണ്ടീഷനായിരുന്നു നമ്മൾ എടുത്ത സമയത്ത് കേട്ടോ. ഓയിൽ കാര്യങ്ങളൊക്കെ പുതിയ ചേഞ്ച് ചെയ്തിട്ടുള്ളൊരു വാഹനമായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു വാഹനത്തിൽ നമ്മളിതിൻ്റെ അലവിൽ മാറ്റി സ്പോക്ക് വീലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, പുതിയ റിമ്മും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ ഇരിക്കുന്നത്. സ്പോക്സ് കാര്യങ്ങളൊക്കെ പുതിയതാണ്. അപ്പോൾ പുതിയ സ്പോക്സ് കാര്യങ്ങളൊക്കെ കെട്ടി നമ്മൾ അലവിൽ നിന്ന് മാറ്റിയിട്ട് സ്പോക്ക് വീലേക്ക് ഈ ഒരു വാഹനം ഓൾഡ് മോഡൽ സ്പോക്ക് വീലേക്ക് നമ്മൾ ഈ ഒരു വാഹനം ഇത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഗബ്രിയലിൻ്റെ ഒറിജിനൽ സാധനമാണ് ഇട്ടിട്ടുള്ളത്. ഗബ്രിയൽ എന്ന് പറയുന്ന കമ്പനിയുടെ സ്പോക്സും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൽ ഉപയോഗിച്ചിട്ട്. നല്ല ക്വാളിറ്റി ഉള്ള സ്പോക്സാണ്. റിമ്മ് നിങ്ങൾ എവിടെയെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഗബ്രിയലിൻ്റെ നോക്കി വാങ്ങാം. നല്ല അത്യാവശ്യം തുരുമ്പ് വരാത്തൊരു സാധനമാണ് റിമ്മ് ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്കിലും നമ്മൾ വീല് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ബാക്കിലും അലവിയിലായിരുന്നു. അപ്പോൾ അലവിയിൽ മാറ്റി നമ്മൾ സ്പോക്സ് കെട്ടി റെഡിയാക്കിയതാട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്തത്. പിന്നെ എൻജിന് അതുപോലെ തന്നെ ചേസ് കാര്യങ്ങളൊക്കെ നമ്മൾ പെയിൻറ്റിങ് ചെയ്തു. പെയിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റിക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു രീതിയിൽ നമ്മൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് എൻജിൻ പെയിൻറ്റിങ് ചെയ്ത് അതുപോലെ തന്നെ ബോഡി പാനൽ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. റെഡ് കളറിലേക്ക് നമ്മൾ വണ്ടി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കംപ്ലീറ്റ് കാര്യങ്ങളും റെഡ് കളറിലേക്ക് നമ്മൾ ഫ്രണ്ടത്തെ ബോഡി ആയാലും അതുപോലെ തന്നെ ഫ്രണ്ടത്തെ മറുകാർഡ്, എൻജിൻ ഗാർഡ്, അതേപോലെ ടാങ്ക്, സൈഡ് വർ, ബാക്കത്തെ പാനലടക്കം നമ്മൾ പെയിൻറ്റിങ് ചെയ്ത് റെഡിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ റെഡ് ഇതൊരു പാഷൻ റെഡ് എന്ന് പറയുന്ന റെഡിലേക്കാണ് നമ്മൾ ഈ ഒരു വാഹനം മാറ്റിയ കേട്ടോ. അപ്പോൾ ഈ ഒരു റെഡിലേക്ക് മാറ്റുന്ന സമയത്ത് അതിനോട് യോജിക്കുന്ന രീതിയിലുള്ള ഒരു
ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഗ്രാഫിക്സ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു രീതിയിൽ നമ്മൾ ഫ്രണ്ടിലെ മാസ്കിൽ ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻജിൻ ഗാർഡിൻ്റെ ഈ ഒരു സൈഡ് വശത്തായിട്ട് ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടാങ്കിലും നമ്മൾ ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. സൈഡ് കവറിൻ്റെ 2 സൈഡിലായിട്ടും നമ്മൾ ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രാഫിക്സ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് കോസ്റ്റ് ആവുന്നുണ്ട് കേട്ടോ. ഓരോ ഗ്രാഫിക്സിനും ഓരോ റേറ്റാണ് വരുന്നത്. ഏകദേശം ഒരു 1200-1500 ഉള്ളിലായിട്ട് ഗ്രാഫിക്സിന് തന്നെ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിലെ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ പുതിയത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിലെ ഇൻഡിക്കേറ്റേഴ്സ് പൊട്ടിയിരുന്നു, അപ്പോൾ അത് മാറ്റിയിട്ട് ഫ്രണ്ടിലെ ഇൻഡിക്കേറ്റർ മാറ്റിയിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ ഡൂമിൽ LED ആണ് വരുന്നത്. വൈറ്റ് ഹെഡ്ലാമ്പാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ KL 08 വരുന്ന വണ്ടിയും കൂടിയാണ്. സ്പെഷ്യലായിട്ട് പറയേണ്ട ഒരു കാര്യം, ഈ ഒരു വാഹനം സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് നിങ്ങളിപ്പോൾ ഈ ഒരു വണ്ടി കണ്ടുകൊണ്ടിരിക്കുന്നത്. 2012 മോഡൽ 2027 ലാസ്റ്റ് വരെ പേപ്പർ ഫിറ്റ് ആയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വാഹനത്തിൽ 3 ഇഞ്ച് ഹൈറ്റ് കൂടിയിട്ടുണ്ട്. 3 ഇഞ്ച് ഹൈറ്റ് കൂട്ടി. അതേപോലെ തന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോർക്ക് ബൂട്ട് കാണാം. ഫോർക്ക് ബൂട്ടും ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്. കേബിൾ ലോങ് കേബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. ബ്രേക്കിൻ്റെ കേബിളൊക്കെ മാറി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മീറ്റർ ക്ലസ്റ്റർ കാണിച്ചു തരാം. മീറ്റർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള മീറ്ററും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. ബാർ ഹാൻഡിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ബാർ ഹാൻഡിൽ വെച്ചിട്ടുണ്ട്. RX-ൻ്റെ മിറേഴ്സ് നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ പ്രൊട്ടാക്ടറും നമ്മൾ ഈ ഒരു വാഹനത്തിൽ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. വണ്ടി ഓടിക്കാൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ക വണ്ടി നമ്മുടെ ഷോറൂമിൽ നിന്ന് എങ്ങനെയാണോ വണ്ടിയുടെ സ്മൂത്തുള്ളത് ആ ഒരു സ്മൂത്തിൽ തന്നെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരാൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു വണ്ടിയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കിട്ടിയ സമയത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എൻജിൻ്റെ ഭാഗമൊക്കെ സൂപ്പർ കണ്ടീഷനായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ അലൈൻമെൻറ്റ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്പോക്ക് വീലും കാര്യങ്ങളൊക്കെ കെട്ടിയ സമയത്ത് വണ്ടി കംപ്ലീറ്റ് നല്ല രീതിയിൽ വൃത്തിക്ക് കെട്ടിട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വണ്ടിയുടെ ഒരു ടോട്ടൽ ലുക്ക് വരുന്നത്. ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ബാർ ഹാൻഡിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. ഫോർക്ക് ബൂട്ട് വെച്ചിട്ടുണ്ട്. 2 വീലും നമ്മൾ പുതിയ വീല് കെട്ടിച്ചതാണ്. ടയറിൻ്റെ ഭാഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 80% നിങ്ങൾക്ക് ടയർ കാണാം. 2 ടയറും ഒരു 80% കാണാം. പുതിയ ടയർ തന്നെയാണ് നമുക്ക് കിട്ടിയ സമയത്തും. അതേപോലെ തന്നെ നമ്മളിതിൽ എൻജിൻ ഗാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻജിൻ ഗാർഡ് ക്ലാമ്പ് വെച്ച് സെറ്റാക്കി അതിൻ്റെ കറക്റ്റ് അലൈൻമെൻറ്റിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എൻജിൻ്റെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ പുതിയ ഓയിൽ നമ്മൾ നമ്മുടെ ഗ്യാരേജിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ഒഴിച്ചതാണ്. ഓയിൽ വലിയ വിഷയങ്ങളിലായിരുന്നു. പക്ഷേ നമ്മളൊരു കസ്റ്റമറിന് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഗ്യാരേജിൽ നിന്ന് ഏത് വണ്ടി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് പുതിയ എൻജിൻ ഓയിൽ മാറ്റിയിട്ടാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ എൻജിൻ ഓയിൽ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വണ്ടിയുടെ എൻജിനും കാര്യങ്ങളൊക്കെ സ്മൂത്താക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സെൽഫ് വർക്കിംഗ് ആണ്. ഇപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഏകദേശം ഒരു 2-3 ദിവസമായിട്ട് 4-5 ദിവസമായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ വെച്ചതുകൊണ്ട് തന്നെ ബാറ്ററി ചെറിയ രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട്. സെൽഫ് ഇപ്പോൾ വർക്കിംഗ് അല്ല. വണ്ടി ഒന്ന് ഓടി ചൂടായി ബാറ്ററി ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ബൂട്ടായി കഴിഞ്ഞാൽ, ചാർജ് ആയി കഴിഞ്ഞാൽ സെൽഫ് കാര്യങ്ങളൊക്കെ പക്ക വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ സെൽഫ് വർക്കിംഗ് അല്ല. സെൽഫ് വർക്കിംഗ് അല്ലാത്തതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ചെറിയ രീതിയിൽ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഓടിച്ച് കഴിഞ്ഞാൽ വണ്ടി സെൽഫ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വീഡിയോ സൗണ്ട്, എഞ്ചിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ഒരു കാർബറേറ്ററിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറേ നമ്മളെ പഴയ കാർബറേറ്റർ പോലെ കേട്ടോ കുറച്ച് കൂടുതൽ കാര്യങ്ങളുള്ളൊരു കാർബറേറ്ററാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. സാധാ മോഡൽ കാർബറേറ്റർ പോലെയല്ല, പഴയ മോഡൽ കാർബറേറ്റർ പോലെയല്ല, പുതിയ മോഡലിൻ്റെ കാർബറേറ്റർ. അപ്പോൾ ആ കാർബറേറ്ററും കാര്യങ്ങളൊന്നും നമ്മൾ മാറ്റി അങ്ങനെ വേറെ സംഭവങ്ങൾ ഊരിയ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നേരെ നമ്മൾ ഇതിലേക്ക് കയറ്റി വെച്ചാൽ കേട്ടോ. പിന്നെ ഇതിന് ടൂൾ ബോക്സ് നമ്മൾ ഓൾഡ് മോഡലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ക്രാഷ് കാർഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. സീറ്റ് കവർ നമ്മൾ പുതിയത് അടിച്ചതാട്ടോ. സീറ്റ് കവർ കാര്യങ്ങൾ നമ്മൾ പുതിയത് അടിച്ചതാണ്. ബാക്ക് സൈഡ് പോർഷൻ്റെ വൃത്തി നിങ്ങൾക്ക് കാണാം. ബാക്കിലെ ടയറും ഒരു 80% ഓക്കെയാണ്. ചെയിൻ സ്പോക്കറ്റ് കാര്യങ്ങൾ ഇതൊന്നും വേറെ കാര്യങ്ങളൊന്നുമില്ല. ക്ലച്ച് ഡിസ്കും കാര്യങ്ങളും ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടും നമ്മുടെ കയ്യിൽ നിന്ന് നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ വന്ന് ഓടിച്ച് നോക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ മെയിൻ ചാനൽ പറഞ്ഞ പോലെ തന്നെ ഒരു 5-6 കിലോമീറ്റർ ഓടിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. അല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് കുറച്ചിട്ടായിരിക്കും വണ്ടി തരും കേട്ടോ. ഇതിലിപ്പോൾ ക്ലച്ച് ഡിസ്ക് കാര്യങ്ങൾ നിങ്ങൾ വണ്ടി വന്ന് ഓടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾ വന്ന് ഓടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഇഷ്ടപ്പെടും. അത്രയും കണ്ടീഷനിൽ നമ്മൾ വെറുതെ പറയുന്നതല്ല, അത്രയും കണ്ടീഷനിൽ നമ്മൾ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു വാഹനമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ പാർട്സും ഇലക്ട്രിക് പാർട്സ് ആയാലും അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് ആണെങ്കിലും എല്ലാം വർക്കിംഗ് ആണ്. ബാക്കത്തെ ബ്രേക്ക് ലൈറ്റ് അടക്കം നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാറ്ററി കാര്യങ്ങൾ ചെറിയൊരു ബൂസ്റ്റിങ്ങിൻ്റെ ഒരു കമ്മിയുണ്ട്. അതൊന്ന് ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടി പക്കായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ കൊണ്ടുവരുന്ന വാഹനങ്ങളിലൊക്കെ ബാറ്ററി നമ്മൾ ഊരി വെക്കാറാട്ടോ. പിന്നെ കസ്റ്റമർ ഡെലിവറി ചെയ്യുന്ന സമയത്ത് കണക്ട് ചെയ്യാറാണ്. അപ്പോൾ ഇതിൽ വലിയ സെൽഫ് മോഡൽ ആയതുകൊണ്ട് തന്നെ വലിയ ബാറ്ററിയാണ് വരിക. ഇതിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ചേസിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ചേസ് ഇതാ ഈ ഒരു രീതിയിൽ തന്നെയാണ്. ചേസിൻ്റെ ഉൾഭാഗം കാര്യങ്ങളൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ചേസ് കാര്യങ്ങളൊക്കെ റിപ്പയർ ആകാനായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെൽഡിംഗ് വർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ ഷോപ്പിലേക്ക് നമ്മൾ വണ്ടി കയറ്റട്ടോ. വണ്ടി സ്റ്റാർട്ട് ചെയ്തൊരു സൗണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. ന്യൂട്രൽ ലൈറ്റ് വർക്കിംഗ് ആണ്. പക്ഷേ നമ്മുടെ
സ്റ്റോക്ക് അടിക്കുന്ന സമയത്ത് ബാറ്ററി ഡൗൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കിക്ക് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകണം. ഒറ്റ കിക്കിൽ തന്നെ വണ്ടി സ്റ്റാർട്ടാവും. വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. എണ്ണ ഇറങ്ങാത്തൊരു വിഷയം മാത്രമേ ഉള്ളൂ. വണ്ടി ചോക്കിലാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് ഒരു ചെറിയൊരു സൗണ്ട് വരുന്നത് കേട്ടോ. ചോക്കൊന്ന് മാറ്റിയിട്ട് സൗണ്ട് കേൾക്കി തരാം. വണ്ടി ഓഫായി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വണ്ടിയുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. സെൽഫ് ഇപ്പോൾ വർക്കിംഗ് അല്ല. സെൽഫ് ജസ്റ്റ് ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 10-20 കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞാൽ ബാറ്ററി ബൂസ്റ്റ് ആയാൽ, ബാറ്ററി ചാർജ് ആയി കഴിഞ്ഞാൽ വണ്ടി സെൽഫിൽ വർക്ക് ചെയ്യും. നമ്മൾ കൊണ്ടുവന്ന സമയത്തും സെൽഫ് വർക്കിംഗ് ആയിരുന്നു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഓടിക്കാമെന്നൊന്നും സ്റ്റാർട്ടിങ് ഇല്ലാത്തതുകൊണ്ടും സെൽഫ് പോയതാട്ടോ. സെൽഫ് വർക്കിംഗ് അല്ലാത്തതാണ്. അപ്പോൾ 2012 മോഡൽ വരുന്നത്. 2027 വരെ പേപ്പർ ഫിറ്റാണ്. പിന്നെ ഈ ഒരു വാഹനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോൾ എഞ്ചിൻ്റെ കണ്ടീഷൻ കണ്ടല്ലോ, അതിൽ യാതൊരു രീതിയിലുള്ള നോയ്സോ കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നോയ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈലൻസർ പൊത്തി പിടിച്ചിട്ട് എന്തെങ്കിലും സൗണ്ട് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിലും എവിടുന്ന് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് സൈലൻസർ ഒന്ന് പൊത്തി പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് സൗണ്ട് ഉണ്ടോ എന്നുള്ളത്. സൗണ്ട് ഉണ്ടെങ്കിൽ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സ്പ്ലെൻഡറിനെ കുറിച്ച്, സ്പ്ലെൻഡർ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് നമ്മുടെ മെയിൽ ചാനലിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ എൻജിൻ പക്ക കണ്ടീഷനാണ്, വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പുതിയ മോഡൽ വണ്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു കംഫർട്ടും ഈ ഒരു വാഹനം നമുക്ക് തരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നിങ്ങൾക്ക് ലോങ് ഒക്കെ പോകാൻ പറ്റിയ സൂപ്പർ കണ്ടീഷനുള്ളൊരു വാഹനമാണ്. 2012 മോഡൽ 2027 ലാസ്റ്റ് വരെ പേപ്പർ ഫിറ്റ് ആയിട്ടുള്ള വണ്ടി. റെഡ് കളറാണ്. ഇത് നിങ്ങൾ വീഡിയോ കണ്ട് ചിലപ്പോൾ 2 ദിവസം 3 ദിവസം കൊണ്ടൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഡെലിവറി ആവാനുള്ള ചാൻസ് കൂടുതലാണ്, വണ്ടി വിറ്റ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ കോൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വാഹനം ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വിളിച്ച് അന്വേഷിക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഷോപ്പിലേക്ക് വരിക. കുറേ ആളുകൾ വന്നിട്ട് തിരിച്ചു പോകുന്ന അവസ്ഥയുണ്ട്. ഇപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യുന്ന സമയത്തും വയനാട്ടിൽ നിന്ന് നമ്മളോട് വിളിക്കാതെ നേരിട്ട് വന്നിട്ട് ഷോപ്പിൽ നിന്ന് EMI ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടോ. അതായത് നമ്മളോട് വിളിച്ച് ചോദിക്കൂല അവർ, നേരെ വണ്ടി ഉണ്ട് എന്ന് വെച്ചിട്ട്, ഇപ്പോൾ എന്തെങ്കിലും ഇട്ട വണ്ടിയായിരിക്കും, 1 മാസം മുന്നൊക്കെ ഇട്ട വണ്ടിയായിരിക്കും. അപ്പോൾ ആ വണ്ടി ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ വരെ വരും. വയനാട്ടിൽ നിന്നൊക്കെ അത്യാവശ്യം കിലോമീറ്റർ, 150 കിലോമീറ്ററിൻ്റെ മുകളിൽ നമ്മുടെ ഷോപ്പിലേക്കുണ്ട്. അപ്പോൾ അവർ ബസ്സും കയറിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ പോകേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് EMI ഇല്ല എന്ന് പറയുമ്പോൾ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വിളിച്ച് ചോദിക്കുക, EMIക്ക് നമ്മൾ വണ്ടി കൊടുക്കുന്നുണ്ടോ, ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾ കണ്ടുവച്ചിട്ടുള്ള വണ്ടി ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളത് ചോദിച്ചതിന് ശേഷം ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വീട്ടിൽ നിന്ന് ഇറങ്ങാം. അങ്ങനെ കുറേ കേസുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരു TVM നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ എറണാകുളത്ത് നിന്ന് വന്നിട്ടുണ്ട്, അങ്ങനെ ആലപ്പുഴ ഭാഗത്തു നിന്നൊക്കെ വിളിക്കാതെ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു തവണ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 2-3 പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഫോൺ എടുക്കും, അല്ലെങ്കിൽ അങ്ങോട്ട് തിരിച്ച് വിളിക്കാറുണ്ട്. അപ്പോൾ വണ്ടി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് മാത്രം വരാം. പുറത്ത് നല്ല മഴയാട്ടോ, 4-5 ദിവസമായിട്ട് മഴയാണ്, മഴയാണ് എല്ലായിടത്തും. നിങ്ങളുടെ ഭാഗത്തും നിങ്ങൾ മഴ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അന്വേഷിച്ചിട്ട് മാത്രം നമ്മുടെ ഷോപ്പിലേക്ക് വരിക. കുറേ ആളുകൾ വന്ന് മടങ്ങി പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ നമുക്കും അത് ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി എടുക്കാനുള്ള ആഗ്രഹമായിട്ട് വരുന്ന ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോവാന്ന് പറയുമ്പോൾ നമുക്കും ഒരു വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾ എവിടുന്ന് വണ്ടി എടുക്കുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കട്ടോ. മെയിനായിട്ട് പോകുക കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ചെക്ക് ചെയ്യുക. നിങ്ങൾ നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ വണ്ടി എടുക്കാനായിട്ട്. നമ്മൾ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ ഗ്യാരേജിലേക്ക്, പിസ്റ്റൺ വർക്ക് ഉണ്ടെങ്കിൽ എടുത്തിട്ടാണ് നമ്മൾ ഗ്യാരേജിലേക്ക് കയറ്റുന്നത്. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റിലേക്ക് വരാം. 55,000 രൂപക്കാണ് നമ്മൾ ഈ ഒരു വാഹനം സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പുതിയ മോഡലാണ്. അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിൽ അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ടാങ്ക് ആയാലും സൈഡ് കാറായാലും അത്യാവശ്യം നല്ല വൃത്തിക്കാണ് നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്രാഫിക്സ് ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ്റെ കണ്ടീഷൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി. അതേപോലെ തന്നെ സ്പോക്ക് വീൽ അലവിൽ മാറി നമ്മൾ സ്പോക്ക് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ കെട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് പാർട്സ് കാര്യങ്ങളും സെൽഫുള്ള വാഹനമാണ്. അപ്പോൾ 55,000 രൂപക്കാണ് നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെയും പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് എന്ന് പറയാം, എങ്കിലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അതിനനുസരിച്ച് നമുക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ആണ്, വീഡിയോ കണ്ടിട്ട് വന്നതാണ് എന്നുള്ള കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു 55,000 രൂപയിൽ നിന്ന് നമ്മൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ എമൗണ്ട് കാര്യങ്ങളൊക്കെ ഡിസ്കൗണ്ട് ആക്കിയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ചെയ്തു കൊടുക്കും. അപ്പോൾ
55,000 രൂപക്കാണ് നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത്രയും കണ്ടീഷനുള്ളൊരു വണ്ടിയാണ് കേട്ടോ. ഇത്രയും വിലക്ക് അത്രയും കണ്ടീഷനുള്ളൊരു വണ്ടിയാണ്. ഇത്രയും കണ്ടീഷൻ ഇല്ലാത്ത വണ്ടികൾക്ക് വരെ 40,000 ചോദിക്കുന്ന സമയമാണത്. അപ്പോൾ ഈ ഒരു വാഹനം നമ്മൾ കണ്ടീഷൻ ആക്കി വൃത്തിയാക്കിയിട്ടാണ് ഈ ഒരു വിലക്ക് നമ്മൾ തരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയാനായിട്ട്. കറണ്ട് പോയി, ലൈറ്റ് പോയി, എല്ലാം കൂടി മൂഞ്ചിയ അവസ്ഥയായി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്. 2012 മോഡൽ വാഹനം നിങ്ങൾ ആരെങ്കിലും പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് നമ്പർ, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ്, ഗാരേജിൻ്റെ പേര്, സ്പെയർ പേജ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ഈ വണ്ടി ഉണ്ടോ, നമ്മുടെ ഗാരേജിൽ വണ്ടി സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ള, നിലവിൽ ഇപ്പോൾ ഈ വാഹനം വിറ്റിട്ടുണ്ടോ, സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ള കാര്യം മസ്റ്റായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. കുറേ ആളുകളായിപ്പെട്ടോ, ഈ മാസം തന്നെ ഒരു 7 ആൾ 8 ആൾ ഇതേപോലെ വന്നിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, തിരുവനന്തപുരം, അതേപോലെ തൃശ്ശൂർ, ഈ ഭാഗത്തു നിന്നൊക്കെ. ഇന്നിപ്പോൾ വയനാട്, നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് വയനാട് എന്നൊരാൾ വന്നിട്ട് ഇവർ EMI ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. EMI ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിക്കുക. അപ്പോൾ എന്നിട്ട് തിരിച്ചു പോയിട്ടോ, ഇവിടുന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് ഇവിടുന്ന് തിരിച്ചു പോയി. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങളെ ടൈമാണ് പോകുന്നത്. നിങ്ങളുടെ ടൈം നോക്കിയിട്ട് എന്ത് ചെയ്യുക, വണ്ടി ഇവിടെ ഉണ്ടോ എന്നുള്ള കൺഫേം ചെയ്യുക. അതേപോലെ തന്നെ EMI നമ്മൾ കൊടുക്കണോ എന്ന് അന്വേഷിച്ചിട്ട് മാത്രം നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടുക. അപ്പോൾ അത്രയൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ വണ്ടി എടുക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് വണ്ടി എടുക്കുക. ഇവിടുന്ന് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിലും, പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിലും, മോയിലസ് നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിലും, എവിടെ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ചെക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ വണ്ടികളുമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യും. അപ്പോൾ അതിലും ഇതേപോലത്തെ ഡീറ്റെയിൽസ് പറഞ്ഞുതരും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആർക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത വീഡിയോയിലാണ്. ബൈ.